എന്തോ ട്രോഫി? പാട്ടുപാടിയ ട്രോഫി. സ്വന്തം വീട്ടിൽ ഒരു അന്യനെ പോലെ കയറി ചെല്ലുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ് ഇവിടെ കിച്ചുവിന് സംഭവിച്ചിരിക്കുന്നത്. സുധിയുടെ മകനായിട്ട് കിച്ചു പുതുതായിട്ട് പണി കഴിപ്പിച്ച് കൊടുത്ത ആ ഒരു വീട്ടിലേക്ക്, അത് മറ്റുള്ളവരും ഫ്ലവേഴ്സും എല്ലാം ചേർന്ന് പണി കഴിപ്പിച്ച ആ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ പറയുന്ന കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏതോ ഭാഗ്യത്തിന് ഈ കിച്ചു ആ ഒരു വീഡിയോ എടുത്തതാണ്. അല്ല എങ്കിൽ മറ്റുള്ള ഈ വീടിന്റെ അലങ്കോലവും ഈ വീട് കിടക്കുന്ന രീതിയും ഒന്നും നമ്മൾ ആരും ഒന്നും അറിയത്തില്ല. ഈ വീട് സുധിയുടെ ഓർമ്മകളാണ് എന്നൊക്കെ പറയുന്ന ഈ രേണു ഈ വീട് ഇട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും സങ്കടം വന്നു പോകും. എത്ര അലങ്കോലമായിട്ടാണ് അറിയാമോ ആ വീട് ഇട്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ പറയുന്ന കിച്ചു അവിടെ ചെന്നപ്പോൾ ആ വീട് നിറച്ച ആൾക്കാരാണ്. എവിടെയൊക്കെ ഉള്ളവരാണെന്നറിയത്തില്ല, മൊത്തം നിറച്ച ആൾക്കാരാണ്. അവിടെ മൊത്തം തുണിയും പറക്കിയിട്ട് ആകെപ്പാടെ കുളമാക്കിയിട്ടിരിക്കുകയാണ്. ഈ കിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കിച്ചുവിന് പോലും കയറി കിടക്കാൻ ഒരു റൂമില്ല. ഇതിനു മുമ്പ് ഈ പറയുന്ന രേണു മീഡിയയിൽ വന്ന് പറഞ്ഞ എന്തായിരുന്നു, അവന് വേണ്ടി സെപ്പറേറ്റ് ഒരു മുറിയുണ്ട്, അവന് ഇതുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടെ ചെന്ന് ഈ കിച്ചുവിന്റെ ഈ വീഡിയോയിലൂടെ റിതപ്പനുമായിട്ട് ഇവന്റെ അനിയനുമായിട്ട് സംസാരിച്ച് അവിടെയൊക്കെ കാണിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന കിച്ചുവിന് അവിടെ ഒരു റോളില്ല, അവൻ അവിടെ ഒരു മുറിയില്ല എന്നുള്ള കാര്യം. അവിടെ ഉള്ളവർക്കൊക്കെ കയറി കിടക്കാൻ വേണ്ടിയാണ് അവിടെ ആ റൂമുകളൊക്കെ പണിതിട്ടിരിക്കുന്നത്. എന്തായാലും കിച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ കിച്ചുവിന് ആ വീട് കിട്ടുമോ എന്ന് തന്നെ നമുക്ക് സംശയമായി തുടങ്ങി. അങ്ങനെ തന്നെയാണ് കമന്റുകളിൽ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അതിന്റെ അകത്തുമുണ്ട് ചില കാര്യങ്ങൾ. സുധിക്ക് ഈ പറയുന്ന രേണു കൊടുക്കുന്ന വില നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഹലോ, യൂണിഫോം തയ്ച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇട്ട് ഏതാ ആരാ അത്? ആരാ പറ കേട്ട? എന്റെ അച്ഛനാ അത്, എന്റെ അച്ഛനാ. പറ. പുറത്ത് ആ ആരാ? ചേട്ടന്റെ അമ്മ. ആ അറിയാലോ എല്ലാം. ഞാനും വരട്ടെ? ഇതാണോ ഋതപ്പന്റെ റൂം? ഇതാണോ ഋതപ്പന്റെ റൂം? ഇവിടെ കിച്ചുവിന് പോലും അറിയത്തില്ല ഏതാണ് ഋതപ്പന്റെ റൂമെന്നും ഒന്നും അറിയത്തില്ല. കാരണം ഈ കിച്ചു ഇവിടെ താമസിച്ചുണ്ടായെങ്കിൽ അറിയാം ഇത് കിച്ചുവിന്റെ റൂമാണെന്ന് അറിയാം, ഇത് പിന്നെ ഈ പറയുന്ന ഋതപ്പന്റെ റൂമാണെന്ന് അറിയാം. അത് അവിടെ താമസിക്കാത്തത് കൊണ്ടാണ് ഇവന് ഈ റൂമുകളൊന്നും അറിയാത്തതും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനോട് ഇതൊക്കെ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയാ, നാട്ടുകാർ അറിയാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവന് എടുത്തത് നല്ല കാര്യമായി. നിങ്ങൾ കണ്ടോ, ഇത് മുറിക്കകത്ത് നിറച്ചു ആൾക്കാരാണ്. ഇത് എവിടുന്നൊക്കെ വന്ന് കയറിയാന്ന് അറിയത്തില്ല. ബന്ധുക്കാരാണോ സ്വന്തക്കാരാണോ ആരാന്നറിയത്തില്ല, മൊത്തം ആൾക്കാരാണ്. ആ ഒരു വീട് ഇവർക്ക് താമസിക്കാൻ വേണ്ടി പണിത് കൊടുത്തത്. അതിൻ്റെ അകത്ത് മറ്റുള്ളവരാണ് താമസം മൊത്തം. പാപം കിച്ചു അവിടെ ഇല്ല. അതാണ് അതിൻ്റെ അകത്ത് ഒരു പൊരുള്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത്. ഈ പറയുന്ന സുധിക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇതപ്പം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത് എവിടാണെന്ന് അറിയാമോ? കട്ടിലിന്റെ അടിയിൽ ഇട്ടിരിക്കുകയാണ്. സുധി എന്ന് പറയുമ്പോഴത്തേന് രേണു സുധിയുടെ അഭിനയം, ഓ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കി. എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ടുപാടിയ ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? കണ്ടോ നിങ്ങൾ? അച്ഛന് ട്രോഫി കിട്ടിയത് പാട്ട് പാടിയപ്പോ കിട്ടിയ ട്രോഫിയാന്ന് പറഞ്ഞ് മകൻ കാണിച്ചു കൊടുക്കുക. കട്ടിന്റെ അടിയിൽ ഒരു ചാക്കിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുക. എന്റെ പൊന്നു രേണു, നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന സുധിയെ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഈ സുധിയുടെ പേരിലാണ് നിങ്ങൾ വളരുന്നതും. നിങ്ങൾ ഓരോന്നും ഇപ്പോഴും നിങ്ങൾ സുധി എന്ന് പറഞ്ഞ് സുധി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതും.
നിങ്ങൾക്ക് ഈ പറയുന്നവന്റെ പേരിലാണ് നിങ്ങൾ ഓരോന്നും നേടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയ ആ ട്രോഫി പോലും നല്ല രീതിയിൽ സൂക്ഷിക്കാനോ അതിനെ നല്ല രീതിയിൽ വെക്കാനോ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ ട്രോഫിയോ കേറി വരുന്നിടത്ത് തന്നെ അങ്ങ് പ്രതിഷ്ഠിച്ചിരിക്കുക. അവിടെ പോലും സ്തുതിയെ നിങ്ങൾ മാറ്റി നിർത്തുന്നു. പിന്നെ ഒരു ഫോട്ടോ മാത്രം ആ കയറി വരുന്നിടത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും കാണുന്നതാണല്ലോ, അത് മാത്രം അവിടെ ഉണ്ട്. ബാക്കി എല്ലാം എടുത്ത് മേശയ്ക്കകത്തും അതോടൊപ്പം തന്നെ അലമാരിയുടെ മുകളിലും കട്ടിലിന്റെ അടിയിലും എല്ലാം കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഈ സ്തുതിയെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് സ്തുതിയുടെ പേരിലാണ്. ഈ മനുഷ്യനെ വിറ്റാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വില ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണ്. ഇതുപോലെ പുള്ളിക്കാരിയുടെ ട്രോഫി വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഫുഡ് കഴിച്ചോ? ഓഹോ, അമ്മയുടെ ട്രോഫി ഇരിക്കുന്ന കണ്ടല്ലോ. എല്ലാരും കയറി വരുമ്പോ തന്നെ അമ്മയുടെ ആ പ്രതിഭ കാണണം. പക്ഷെ കൊല്ലം സ്തുതിയുടെ പ്രതിഭ എല്ലാം കട്ടിലിന്റെ അടിയിലോട്ട് കയറ്റി വെച്ചിരിക്കുക. എന്താണല്ലേ? വളരെ മോശം, വളരെ മോശം. ഇപ്പോഴും ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ എന്റെ സ്തുതിച്ചേട്ടൻ എന്ന് 40 വട്ടവും പറയുന്ന പുള്ളിക്കാരി ഈ കാണിച്ചു വെക്കുന്ന പണികള് നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയ്ക്ക് താഴെ, ഈ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി ആൾക്കാരാണ് കമന്റ് ഇട്ടത്. ഈ പറയുന്ന കിച്ചു ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പോയി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കൃത്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിഷമം തോന്നിപ്പോവും. ആ ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഈ വീട് പണിത് കൊടുക്കുന്നതിന് മുമ്പേ ഈ രേണു പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ വീട് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ സ്തുതിച്ചേട്ടനെ ഓർക്കുന്ന പോലെ എന്റെ സ്തുതിച്ചേട്ടനെ ഒരു സമ്മാനമായിട്ടാണ് അത് കിട്ടുന്നത്, ഞാൻ അതിനെ പൊന്നുപോലെ നോക്കും എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു വീടാണ്. എന്നിട്ട് അതിന്റെ കിടപ്പ് കണ്ടോ? ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂവും അതോടൊപ്പം ഷൂട്ടിങ്ങും അതും ഇതും എന്ന് പറഞ്ഞങ്ങ് നടക്കുക. കുറെ ക്യാമറമാന്മാരെ ചുറ്റിനും വിട്ടിട്ടുണ്ട്. അങ്ങനെ വീഡിയോ പിടിച്ചങ്ങ് നടക്കുക. എന്നാൽ ഈ സ്വന്തം വീട്ടില് അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്തുതിയുടെ ഫോട്ടോ വെക്കാനോ അല്ലെങ്കിൽ സ്തുതിയുടെ ഒരു ട്രോഫി വെക്കാനോ ഒന്നും പുള്ളിക്കാരിക്ക് ഇതില്ല. അതിനെ എടുത്ത് കട്ടിന്റെ കീഴിലോട്ട് വെച്ചിട്ട് പുള്ളിയുടെ മാത്രം അങ്ങ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ കിച്ചു ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കിച്ചുവിന് കിട്ടുന്ന സ്ഥാനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കിച്ചുവിന് അവിടെ ഒരു പ്രശസ്തിയുമില്ല, ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. കിച്ചു അവിടെ എത്തി ഋതപ്പനെ കൊണ്ടുപോയി സാധനമൊക്കെ മേടിച്ചു കൊടുത്ത് വീട്ടിൽ വിട്ട് എന്നിട്ട് കിച്ചു പോവുകയും ചെയ്തു. പക്ഷെ എങ്കിൽ ആ വീഡിയോ കാണുന്നവർക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും കണ്ടു നോക്കും. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.